ഒരുപാട് ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ട് കുരു മാറാൻ വേണ്ടി മാത്രം. പിടിക്കുമ്പോഴേക്കും എനിക്ക് ഇവിടെ വേദന എടുക്കും. വേഴ്സ്റ്റ് ഫേസ് ഓഫ് മൈ സ്കിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ അപ്പുറമുള്ള കുരുക്കളാണ് പിന്നെ വന്നു തുടങ്ങിയത്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര നാണക്കേടായിരുന്നു. എനിക്ക് ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. എല്ലാ കുരു കൂടിക്കൊണ്ടേയിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇറ്റ്സ് ബിൻ എ വൈൽ. ഐ നോ മെനി ഓഫ് യു ഹാവ് ബീൻ ആസ്കിങ് അബൌട്ട് മൈ സ്കിൻ കെയർ റൊട്ടീൻ ആൻഡ് ദ പ്രോഡക്ട്സ് ഐ ബീൻ യൂസിങ് ലേറ്റ്ലി. ബട്ട് ഹിയർസ് ദ തിങ്, ഞാനിപ്പോൾ സിംപ്ലി ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം സം ഓഫ് യു, എസ്പെഷ്യലി വിത്ത് ദോസ് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ, അത് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. ബിഫോർ എനിത്തിങ് ഐ വോണ്ട് ടു ടേക്ക് യു ത്രൂ മൈ ആക്നെ ജേർണി അല്ലെങ്കിൽ സ്കിൻ കെയർ ജേർണി, ഹൗ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ്, വാട്ട് പ്രോഡക്ട്സ് ഐ ഹവ് യൂസ്ഡ്, the routine that helped me, and most importantly the things I wish I knew earlier. So this is not just another skincare video, this is my story. So വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് എൻ്റെ ബെയർ സ്കിന്നാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കുഴികളും കുരുക്കളൊക്കെ ഉള്ളത്. ഇഫ് ഐ എം ഷെയറിങ് മൈ ആക്നെ സ്കിൻ കെയർ ജേർണി, ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി. നമുക്ക് ഇങ്ങോട്ടും വയ്ക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം. ഒട്ടുമിക്ക ആൾക്കാർക്കും ബ്രേക്ക് ഔട്ട്സ് വരുന്നത് അല്ലെങ്കിൽ ആക്നെ പിമ്പിൾ വന്നു തുടങ്ങുന്നത് ടീനേജിലായിരിക്കും. പക്ഷേ എനിക്ക് ടീനേജിലല്ല വന്നു തുടങ്ങിയത്, എൻ്റെ 10ാമത്തെ വയസ്സിലാണ്. വെൻ ഐ വാസ് ഇൻ 5th grade, ഐ ഗോട്ട് മൈ പീരിയഡ്സ് വെരി ഏർലി. സോ അതിൻ്റെ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടായിരിക്കാം എൻ്റെ മുഖത്ത് അപ്പോൾ പെട്ടെന്ന് കുരുക്കൾ വന്നു തുടങ്ങിയത്. അത് വലിയ മേജറായിട്ടുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കാര്യം 1 or 2 അവിടെ ഇവിടെ വന്ന് പോവും. പീരിയഡ്സ് ആകുമ്പോഴേക്കും 1 or 2 വരും, അങ്ങനെ വന്ന് പോവും. അതുള്ളൂ. ഞാൻ അത്ര കാര്യമാക്കി ഉണ്ടായിരുന്നില്ല. അത് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും, അതായത് ഒരു 7th 8th ഒക്കെ ആയപ്പോഴേക്കും പിമ്പിൾസ് ആ ഒരു വരുന്ന ഫ്രീക്വൻസി കൂടാൻ തുടങ്ങി. ഒരേ സമയത്ത് തന്നെ 4-5 കുരുക്കൾ വരാൻ തുടങ്ങി. അതും ഇവിടെ മാത്രമല്ല, മൊത്തത്തിൽ ഫോർഹെഡ്സും ഇവിടെ ചിന്നും ചീക്ക് എല്ലായിടത്തും വരാൻ തുടങ്ങി. ആൾക്കാർ ശ്രദ്ധിക്കാനും തുടങ്ങി. ആൾക്കാരും ചോദിക്കാൻ തുടങ്ങി, അയ്യോ കുരുവൊക്കെ വന്നു തുടങ്ങിയല്ലോ. അപ്പോഴാണ് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങിയത്, ഒരു 7th 8th 9th ആ ഒരു സമയത്ത്. പിന്നെ ഞാൻ പയ്യെ ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങി. ഈ മാഗസീൻസിൽ വരുന്ന മുഖക്കുരു മാറാനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഒറ്റമൂലികളൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെ ഹോം റെമഡീസ് ചെയ്ത് നോക്കാൻ തുടങ്ങി. അത് ആൾക്കാർ പറയും, ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാറും, അത് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ വിചാരിക്കും മാറുന്നത്. എൻ്റെ വിചാരം എന്താ, ഇടും അപ്പം തന്നെ മാറും, അതായത് ഇന്നിട്ടാൽ നാളെ മാറും എന്നുള്ളൊരിതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പച്ചമഞ്ഞൾ, രക്തചന്ദനം, പേരക്കയുടെ ജ്യൂസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ മുഖത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് നത്തിങ് വർക്ക്ഡ് ഔട്ട്. ഒന്നും വർക്കായിട്ടില്ല. ചിലപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. ഞാൻ ഇപ്പോൾ 2-3 ദിവസം ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇടില്ല. കാര്യം ഒന്നാമത്തെ സ്കൂളിൽ പോയിട്ട് വരുവാണ്. ശനി ഞായർ മാത്രമേ അതിനൊക്കെയുള്ള സമയം കിട്ടുള്ളൂ. പിന്നെ അതിലുള്ള എനർജിയോ, കുട്ടിയല്ലേ എന്ന് വെച്ചാൽ ഒരു 7-8 പഠിക്കുന്ന സമയത്ത് നമ്മൾ കുരു മാറണമെന്നുണ്ട്, പക്ഷെ ഞാൻ അതിന് മാത്രം എഫേർട്ടും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുകൂടി എനിക്ക് ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. എല്ലാ കുരു കൂടിക്കൊണ്ടേയിരുന്നു. 7th ഉണ്ടായിരുന്ന പോലത്തെ കുരുക്കളല്ല പിന്നെ എനിക്കൊരു 10th ആയപ്പോഴേക്കും വന്നു തുടങ്ങിയത്. ആ ഒരു 9th and 10th വന്നു തുടങ്ങിയത്. പിന്നെ ഞാൻ എവിടെയോ കേട്ടു, ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടാണ് ഈ ഫോർഹെഡിൽ കുരുക്കൾ വരുന്നതെന്നുള്ളത്. എന്ന് വെച്ചാൽ അപ്പം ആ സമയത്ത് ഇങ്ങനെ പൊടി കുരുക്കളാണ്, നിറച്ചങ്ങനെയായിരിക്കും. പിന്നെ അന്ന് തൊട്ട് ഞാൻ ഡാൻഡ്രഫ് കളയാനുള്ള പുറപ്പാടായി. ഷാംപൂ, അതായത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിച്ചു. പിന്നെ ഫേസ് വാഷ്, ഞാൻ ഈ ടിവിയിലൊക്കെ പരസ്യങ്ങൾ കാണുമല്ലോ, നമ്മുടെ നീം ഫേസ് വാഷ്, ഹിമാലയ നീം ഫേസ് വാഷ് മാത്രമാണ് ആകെ ഒരു റുട്ടീൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടീനേജ് ആയതുകൊണ്ട് വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അഡൾട്ട്സ് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡാമേജ് ആവും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടേക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ആ വഴിക്ക് പോയിട്ടില്ല. പക്ഷെ അപ്പോഴും ഹോം റെമഡീസ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കടലമാവും പിന്നെന്താ ജാതിക്ക ഇങ്ങനെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ ബാരിയർ നല്ല രീതിയിൽ എന്താ പറയുക മോശമായി. ഈ ആവശ്യമില്ലാത്ത റെമഡീസ് ട്രൈ ചെയ്തിട്ടും അതേപോലെ മര്യാദക്ക് കെയർ ചെയ്യാനിട്ടും ഒക്കെ നല്ല രീതിയിൽ സ്കിൻ ഡാമേജ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10th 11th ഒക്കെ എത്തിയപ്പോഴേക്കും പറയണ്ട പിന്നെ എൻ്റെ സ്കിന്നിൻ്റെ കാര്യം. പിന്നെ ഞാൻ പുറത്തു പോകാൻ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നാണക്കേടായിരുന്നു പുറത്തു പോകാനായിട്ട്. ആരെങ്കിലും എപ്പോഴും എന്ന് വെച്ചാൽ ഒരാളെങ്കിലും ഇങ്ങനെ ചോദിക്കും, അയ്യോ മൊത്തം നിറച്ച് കുരുവായല്ലോ മോളെ, അവർ റെമഡീസ് പറഞ്ഞു തരും, അയ്യോ ഇത് ചെയ്താൽ മതി അത് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഒരിടക്ക് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഭയങ്കര, ഫാമിലി ഫംഗ്ഷൻസിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഇത് തന്നെ ചോദ്യങ്ങൾ, അയ്യോ നേരത്തെ എന്ത് രസമായിരുന്നു, ഇപ്പം എന്ത് ഇങ്ങനെ ഇപ്പോഴെന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസും ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് ആ ഒരു സമയത്ത്. എനിക്ക് കണ്ണാടി നോക്കാൻ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത്. +1 പഠിക്കുമ്പോഴാണ് എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കുറച്ച് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുടി ഒഴിച്ചിലും കൂടി പിന്നെ കുരുവും ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ഇത് മാത്രമല്ല ബ്ലാക്ക് ഹെഡ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഞാൻ എപ്പോഴും ഇങ്ങനെ കുത്തി പൊട്ടിക്കൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇരിക്കുമ്പോൾ എന്തോ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുരു അങ്ങനെ അധികം പൊട്ടിച്ചിട്ടില്ല, പക്ഷേ ബ്ലാക്ക് ഹെഡ്സ് ആണ് കൂടുതൽ ഞാൻ പൊട്ടിക്കുന്നത്.
ആൻഡ് അതിൻ്റെ മാർക്കാണ് ഇവിടെ ഈ കുഴികളായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുരു എനിക്ക് പേടിയാണ്, ഈ ബ്ലഡ് വരുമ്പോഴേക്കും പേടിയാണ്, അതുകൊണ്ട് ഞാൻ അധികം പൊട്ടിക്കും. പക്ഷെ എന്നാലും പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുരു. ചിലപ്പോൾ ഇങ്ങനെ പസ്സുള്ള കുരുക്കളൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ആൻഡ് ആ പസ്സ് കളയാൻ വേണ്ടി ഇപ്പം എന്തെങ്കിലും നാളെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല പസ്സുള്ള കുരുക്കളായിരിക്കും, അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് പൊട്ടിച്ച് കളയും. അപ്പം അങ്ങനെയൊക്കെ കുറേ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ +2 വരെ ഞാൻ അങ്ങനെയൊക്കെ ഈ ഒരു കുരുക്കളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു. +2 കഴിഞ്ഞപ്പോഴേക്കും, അതായത് എനിക്കൊരു 18 ഇയേഴ്സ് ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എൻ്റെയും ചേട്ടൻ്റെയും സ്കിൻ ടൈപ്പ് സെയിം ആണ്, ഓയിലി ആക്നെ പ്രോൺ. അപ്പോൾ ചേട്ടനും ഒത്തിരി ആക്നേസ് വന്ന് പോകുന്നൊരു സ്കിന്നാണ്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഡെർമാറ്റിനെ കണ്ടപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് ആ ഒരു ടീനേജിൽ വരുന്ന ഒരു ആക്നെ, ഹോർമോണൽ ആക്നെ ആണ്, കുഴപ്പമില്ല, നമുക്ക് 1 മാസം നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു റുട്ടീൻ, അതായത് ഞങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ ചെയ്ത് തന്നു. ഞങ്ങളുടെ അടുത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ലപോലെ കഴിക്കാൻ പറഞ്ഞു, വെള്ളം കുടിക്കാൻ പറഞ്ഞു, ജങ്കും അതുപോലെ തന്നെ ഫ്രൈഡ് പ്രോസസ്ഡ് ഫുഡൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് 2 മാസം കഴിഞ്ഞാണ് തോന്നുന്നു ഞങ്ങൾക്ക് പിന്നെ ഡെർമാറ്റിനെ കാണാൻ വേണ്ടി പോയത്. അപ്പോഴേക്കും ഞങ്ങളുടെ മുഖത്ത് സത്യം പറഞ്ഞാൽ അധികം മാറ്റങ്ങളൊന്നുമില്ല. കാര്യം കുരു അപ്പോഴും വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിന് മനസ്സിലായത് ആ ഒരു ഡയറ്റ് മാത്രം കൊണ്ട് റെഡി ആവുന്ന കുരുക്കളല്ല എന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റ് തന്നു. ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് റെറ്റിനോയിഡ് മെഡിക്കേഷൻ ആണ്. അത് സിവിയർ ആയിട്ടുള്ള ആക്നേസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ആണ്. അത് പെട്ടെന്ന് റിസൾട്ട് തരാം, ചിലപ്പോൾ 2-3 മാസമൊക്കെ പിടിക്കും, പക്ഷെ എന്തായാലും ആക്നെ പോകും. പക്ഷെ അത് ഒരിക്കലും നമ്മുടെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മളത് കഴിക്കാൻ വേണ്ടി പാടില്ല. കാര്യം അതിന് ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു, കാര്യം ഇതത്ര ലോങ് ടേമിൽ നല്ലൊരു കാര്യമല്ല ഈ മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള സിബം അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ആവാനായിട്ടാണ് ഈ ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ലിപ് ബാം യൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വെള്ളം കുടിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നാൾ ആ മെഡിക്കേഷൻ്റെ ആ ഒരു ഇതിൽ നമ്മുടെ ആക്നെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾഡായി. മൊത്തം പോയി എന്നല്ല പറയുന്നത്, കൺട്രോൾഡായി. അത് സമയം എടുക്കും, 2-3 മാസമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റിസൾട്ട്സ് കിട്ടുള്ളൂ നമുക്ക്. കുറച്ച് നാൾ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും അതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റി നോക്കിയപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായത് അത്ര സേഫ് അല്ല ഒരുപാട് നാൾ അത് കഴിക്കാനുള്ള. അങ്ങനെ ഞങ്ങൾ പയ്യെ, ഞാനും ചേട്ടനും ഡോക്ടറിനെ കാണാണ്ട് തന്നെ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ അപ്പുറമുള്ള കുരുക്കളാണ് പിന്നെ വന്നു തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുരുക്കൾ വന്നു തുടങ്ങി. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മെഡിക്കേഷൻ നിർത്തിയപ്പോഴേക്കും വലിയ വലിയ കുരുക്കൾ ഭയങ്കര വേഴ്സായി. നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയ ഒരു സമയത്ത്, ഞാനപ്പോൾ കോളേജിൽ കയറിയിട്ടുള്ള ആ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹാർഡസ്റ്റ് പീരീഡ് അല്ലെങ്കിൽ വേഴ്സ്റ്റ് ഫേസ് ഓഫ് മൈ സ്കിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പസ്സുള്ള പിമ്പിൾസ്, അതും സാധാ എനിക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന വെച്ച പോലത്തെ ആക്നീസ് ആയിരുന്നില്ല. ഭയങ്കര വലിയ വലിയ കുരുക്കൾ. അത് എനിക്കിങ്ങനെ വേദന എടുക്കും. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കിടക്കുമ്പോഴേക്കും ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേക്കും വേദന എടുക്കും, ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും എനിക്ക് ഇവിടെ വേദന എടുക്കും. മുമ്പത്തേലൊക്കെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാമേജ്ഡ് ആയി. ടെക്സ്ചർ, എൻ്റെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ എനിക്ക് അറിഞ്ഞു. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോട്ടോസൊന്നും പഴയത് കിടക്കുന്നില്ല. കാര്യം എനിക്ക് എൻ്റെ പഴയ ഫോട്ടോ കാണുമ്പോഴേക്കും എനിക്ക് ഇപ്പോഴും സങ്കടം വരും. ടൈം എന്ന് പറയുന്നത് ഞാൻ മെൻ്റലി ഭയങ്കര വീക്കായിട്ടുള്ള ടൈമായിരുന്നു. കാര്യം ഭയങ്കര കോൺഷ്യസ് ആയി. എനിക്ക് ആൾക്കാരോടൊന്നും സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും എനിക്ക് രണ്ടാമത്തെ ചോദ്യം വരുന്നത്, അയ്യോ എന്താ ഇങ്ങനെ കുരുവായിരുന്നേ, അതുപോലെ കുരുക്കളായിരുന്നു. ഞാനിങ്ങനെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ മറച്ച്, അല്ലെങ്കിൽ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴേക്കും എനിക്ക് ചൂടെടുക്കും. നമ്മൾ വെയിൽ കൊള്ളുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വേദന എടുക്കും എൻ്റെ മുഖം. അത്ര എന്താ പറയുക, ടെറിബിളായിരുന്നു എൻ്റെ ആ ഒരു ഫേസ്. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എൻ്റെ സ്കിൻ കെയർ ജേർണിയിൽ എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത് കോവിഡ് ലോക്ക്ഡൗൺ ആണ്. നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുവാണ്, സൺ എക്സ്പോഷർ ഇല്ല, ഫുഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, പൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തു, ഒത്തിരി സ്കിൻ ടൈപ്പിനെ പറ്റി റിസർച്ച് ചെയ്തു, പ്രൊഡക്ട്സിനെ പറ്റി റിസർച്ച് ചെയ്തു, ഇൻഗ്രീഡിയൻസിനെ പറ്റി കുറേ പഠിച്ചു. അങ്ങനെ ഞാനൊരു സ്കിൻ കെയർ റുട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഒരു ടൈമിലാണ് ഞാൻ CTM, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, ആ ഒരു സ്റ്റെപ്സിനെ പറ്റിയൊക്കെ അറിയുന്നത്. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തി. വെള്ളം നന്നായിട്ട് കുടിച്ചു, ഡയറി ഫുള്ളി കട്ട് ചെയ്തു, ഞാൻ ക്വിറ്റ് ചെയ്തു. ഡയറി, അതായത് പാലും പാലുൽപ്പന്നങ്ങളും ഡയറി പ്രൊഡക്ട്സും ഞാൻ ക്വിറ്റ് ചെയ്തു. പിന്നെ എത്ര ടെംപ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്തായാലും മുഖത്ത് തൊടില്ല, കുരു പൊട്ടിക്കില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ സീറം യൂസ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ് എന്നുള്ളതൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ബെസ്റ്റ് സീറംസ് ഫോർ
ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴേക്കും എനിക്ക് ഈ ബോഡി ഷോപ്പിന്റെ ടീ ട്രീ റേഞ്ചിലുള്ള പ്രൊഡക്ട്സിന്റെ വീഡിയോസ് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. ആൻഡ് ബോഡി ഷോപ്പ് എന്നുള്ള ബ്രാൻഡിനെ പറ്റി അതിന്റെ റിവ്യൂസ് വായിക്കുകയും കുറേയൊക്കെ റിസർച്ച് ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നല്ലൊരു ബ്രാൻഡാണ് സ്കിൻ കെയറിന്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ, ബിഗിൻ ചെയ്യാൻ വേണ്ടി പറ്റിയത് നല്ലൊരു ബ്രാൻഡായിട്ട് തോന്നി. അങ്ങനെ ഞാൻ അവരുടെ ടോണർ, മോയ്സ്ചറൈസർ, സിറം, അങ്ങനെ 3 കാര്യങ്ങൾ വാങ്ങിച്ചു. ഫേസ് വാഷ് ഞാൻ വാങ്ങിച്ചില്ല, കാരണം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ തന്നെ വാങ്ങിക്കാമെന്ന. കാര്യം ഈ ബോഡി ഷോപ്പിന്റെ പ്രൊഡക്ട്സ് കുറച്ച് പ്രൈസിയാണ്. അപ്പോൾ ഞാൻ ഫേസ് വാഷിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതി. അങ്ങനെ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടും ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയോണ്ടൊക്കെ എനിക്ക് 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ കാം ഡൗൺ ആയി. എൻ്റെ സ്കിന്നിന് കുറച്ച് ബാരിയേഴ്സ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എനിക്ക് എന്നെ ഫീൽ ചെയ്തു. ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ ആ ഒരു കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഫൈനൽ എക്സാം ഉണ്ടായി. അപ്പോൾ എനിക്ക് എന്തായാലും പുറത്തിറങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ വേണമെന്ന് മനസ്സിലായി. കാര്യം ഇത്രയും ടേക്ക് കെയർ ചെയ്ത് കുറച്ച് കുറഞ്ഞേക്കുവാണ് സ്കിന്നിൽ ആക്നെ. അപ്പോൾ എന്തായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് എനിക്ക് പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ പരട്ടിയേ മതിയാവുള്ളൂ. അങ്ങനെ ഞാൻ സൺഡുവോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തു. അത് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ ഞാൻ ആ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എക്സാമിന് പോകുന്നതും വരുന്നതൊക്കെ. ഞാൻ മുമ്പും സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ സ്റ്റേബിൾ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ഡോക്ടർ സജസ്റ്റ് ചെയ്തു സൺസ്ക്രീൻ. പക്ഷെ അതൊക്കെ തേക്കുമ്പോഴേക്കും വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലിയുമാവും, വൈറ്റ് കാസ്റ്റ് അടിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് സെർച്ച് ചെയ്ത് കുറേയൊക്കെ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ ഡിഗ്രി എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയി. ഞാൻ മാസ്റ്റേഴ്സ് അവിടെയാണ് ചെയ്തത്. അവിടുത്തെ കുറച്ച് തണുപ്പുള്ള വെതറല്ലേ, എനിക്ക് ആ വെതർ നന്നായിട്ട് സൂട്ടായി. എൻ്റെ സ്കിന്ന് ക്ലിയർ ആയി, എനിക്ക് കുരുക്കൾ വരുന്നത് കുറഞ്ഞു. അതായത് അവിടെ പോയി 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കുരു വരുന്നില്ല എനിക്ക്. അങ്ങനെ നല്ല വെതറും പിന്നെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറിയപ്പോഴേക്കും എൻ്റെ സ്കിൻ നല്ല രീതിയിൽ ബെറ്റർ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മേക്കപ്പ് ഇടാനും തുടങ്ങിയിരുന്നു. അപ്പോൾ മേക്കപ്പ് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഫേസ് വാഷ് മാത്രം പോരാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത 3 കാര്യങ്ങളാണ് മൈസെലർ വാട്ടർ, അതായത് ഡബിൾ ക്ലെൻസിങ്ങിന് വേണ്ടി മൈസെലർ വാട്ടർ, പിന്നെ ഓർഡിനറിയുടെ നയസിനമൈഡ് സിറം ആൻഡ് ഡെർമക്കോണിൻ്റെ സൺസ്ക്രീൻ. അപ്പോൾ ഇത് 3ഉം എൻ്റെ സ്കിന്നിൽ നല്ല രീതിയിൽ സൂട്ടായി, പ്ലസ് അവിടുത്തെ വെതറും. അപ്പോൾ എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാൻ തുടങ്ങി, നല്ല ഹെൽത്തി ആയി, കുരു വരാണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ലീവൊക്കെ കിട്ടുമ്പോഴേക്കും വീട്ടിൽ വന്നു പോകുമ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പറയും, അയ്യോ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ കുരുവൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു 2 വർഷം എൻ്റെ ഹോൾ സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെ ആയിരുന്നു. അത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. സോ ഐ സ്റ്റക്ക് ടു ദിസ് റുട്ടീൻ ഫോർ ഓൾമോസ്റ്റ് 2.5 years ആൻഡ് ഇറ്റ് റിയലി വർക്ക്ഡ് ഫോർ മീ. അങ്ങനെ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് തിരിച്ച് ഞാൻ കൊച്ചിയിലേക്ക് 2023 വന്നു. അപ്പോൾ ഒരു 1.5 വർഷത്തോളം എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ആ പഴയതുപോലെ തന്നെ ആയിരുന്നു. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ വർക്കിന് കയറിയിരുന്നു. അപ്പോൾ അവിടെയും അത്യാവശ്യം സൺ എക്സ്പോഷർ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ സൺസ്ക്രീനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തൊക്കെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നതൊക്കെ. അപ്പോൾ ഒരു 1.5 വർഷം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ വർക്ക്, ഞാനിപ്പോൾ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രീലാൻസ് ആയിട്ട് ഞാൻ ഫുഡ് വ്ളോഗേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് കഴിക്കേണ്ടി വരും. ഇപ്പോഴത്തെ വെതർ അറിയാമല്ലോ, കേരളത്തിൽ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാരണം ഇപ്പോൾ എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ ഇപ്പോൾ കുരു വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം ഞാൻ പഴയ പോലെ ആവുമോ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്കിൻ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നുള്ളത് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനിപ്പോൾ ഡെർമാറ്റിനെ കണ്ടു. അതാണ് നിങ്ങൾക്കിപ്പോൾ ഈ ബ്രേക്ക് ഒക്കെ കാണുന്നത് അതിൻ്റെയാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് കുറച്ച് കുറഞ്ഞതാണ്, കുറച്ച് കൂടുതലായിരുന്നു ഇവിടെയൊക്കെ. എനിക്ക് പണ്ട് വരുന്ന പോലെ ചിന്നിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കുരു. അപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് ഇപ്പോൾ ഒരു കാർബൺ ലേസർ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്ക് 2 ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി ഞാനൊരു മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രോപ്പിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രം, ഉള്ളിലേക്കൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ജേർണി ഞാൻ ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ ബെറ്റർ ആകുമ്പോഴേക്കും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ, ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഗൈസ്, നിങ്ങളുടെ അടുത്ത് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. കാര്യം ഇപ്പം നല്ല രീതിയിൽ ലൈറ്റ് ഡൗൺ ആയി. നേരത്തെ ഇവിടെ നിന്ന് നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കും ഇതേപോലെയുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഏത് ഫേസിലാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.